കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനി ചൈതന്യ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ തിങ്കളാഴ്ച SFIM യൂത്ത് കോൺഗ്രസും ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസുമായുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചൊവ്വാഴ്ച ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kaanyangad, Kozhikode, Koilandi and Kuttiyadi. കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജിൽ പാണത്തൂർ സ്വദേശിനിയായ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി ചൈതന്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFI കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകർക്ക് പോലീസിന്റെ മർദ്ദനമേറ്റിരുന്നു. സ്വകാര്യ നഴ്സിംഗ് സ്കൂൾ മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ചൊവ്വാഴ്ച DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ASP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പ്രതിഷേധത്തെ RD ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെയാണ് സംഭവം അക്രമത്തിലേക്ക് എത്തിയത്. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. സമരം ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് സ്കൂളിൽ വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന്റെയും വാർഡിന്റെയും മാനസിക പീഡനങ്ങൾക്ക് ഇരകളാണ്. ഇത് പരസ്യമായി വിദ്യാർത്ഥിനികൾ പറഞ്ഞിട്ടും യഥാസമയം പരാതി രജിസ്റ്റർ ചെയ്യാൻ DYSP തയ്യാറായില്ലെന്നു മാത്രമല്ല പ്രതിഷേധവുമായി എത്തിയ വിദ്യാർത്ഥികളെ ക്രൂരമായി ആക്രമിക്കാൻ മുന്നിട്ടിറങ്ങി. LDF സർക്കാരിന്റെ പോലീസ് നയത്തെ തന്നെ അട്ടിമറിക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് രജീഷ് വെള്ളാട്ട് പറഞ്ഞു. പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും അഭിപ്രായങ്ങളും പരാതികളും കേൾക്കാൻ DYSP തയ്യാറാകുന്നില്ലെന്നും അതേസമയം പണച്ചാക്കുകൾക്ക് മുന്നിൽ സാഷ്ടാംഗം വീഴുകയുമാണെന്ന് ജില്ലാ സെക്രട്ടറി ആരോപിച്ചു. ആ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രതിഷേധത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള പരാതികൾ പരാതി കേട്ടുകൊണ്ട് സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാകണ്ടേ? എന്നാൽ അതിനു വിരുദ്ധമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട്ടെ DYSPയുടെ നേതൃത്വത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നത്, ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ പോലീസിന്റെ നയമെന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പോലീസ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്ന പോലീസ് സംവിധാനമാണ്. കുറ്റക്കാർക്കെതിരായി ഏറ്റവും കർശനമായ നിലപാട് സ്വീകരിക്കുന്ന പോലീസ് സംവിധാനമാണ്. ഈ കഴിഞ്ഞ ചുരുങ്ങിയ നാളുകൾക്കിടയിൽ തന്നെ പുറത്തു വന്ന കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമയബന്ധിതമായി പ്രോസിക്യൂഷൻ നടപടികൾ പൂർത്തീകരിച്ച പോലീസാണ് കേരളത്തിലെ പോലീസ്. എന്നാൽ ഇവിടെ ബാബു പെരിങ്ങത്തിന്റെ കച്ചവടം എന്താ? ബാബു പെരിങ്ങത്ത് ഇവിടെ ഇതാ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സക്കാത്ത് വാങ്ങി, അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങി ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ, മൻസൂർ ഹോസ്പിറ്റലിലെ വിദ്യാർത്ഥികളെ ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാരനായി ഇവിടെ ബാബു പെരിങ്ങത്ത് മാറുകയാണ്. പ്രസിഡന്റ് വിപിൻ ബലത്ത് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷ്, സെക്രട്ടറി V ഗിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മൻസൂർ ആശുപത്രിയിലേക്ക് സമാധാനപരമായി മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചത് ആശുപത്രി മാനേജ്മെന്റിന് വേണ്ടിയാണെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിന് കാരണക്കാരായ മാനേജ്മെന്റിന്റെ കാവൽക്കാരായി മാറിക്കൊണ്ട് സമാധാനപരമായി സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് തല തല്ലിപ്പൊളിച്ചതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. പോലീസിന്റെ ഹീനമായ നടപടികൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്നും പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ചതിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ആളുകൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ആശുപത്രി മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വളരെ സമാധാനപരമായ ഒരു മാർച്ചായിരുന്നു അവിടെ നടന്നത്. ആ മാർച്ച് അവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ കാഞ്ഞങ്ങാട് CIയുടെയും മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃത്വത്തിൽ ആശുപത്രി മാനേജ്മെന്റിനോട് കൃത്യമായി പണം വാങ്ങി, പണം പറ്റിക്കൊണ്ട് ഈ കുറ്റവാളികളെ ആശുപത്രി മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, വാർഡനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോമോൻ ജോസ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി മാർട്ടിൻ ഉൾപ്പെടെ, ജവഹർ ബാലമഞ്ചിന്റെ ജില്ലാ അധ്യക്ഷൻ ഷിബിൻ ഉപ്പുലിക്കൈ ഉൾപ്പെടെ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് ഉൾപ്പെടെ, കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റിന് ഉൾപ്പെടെ അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചു. ജോമോൻ ജോസിന്റെ തല പൊട്ടി, പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെയും കൈയിന്റെ എല്ല് പൊട്ടി,
അങ്ങനെ പോലീസ് അകാരണമായിക്കൊണ്ട് വളരെ സമാധാനപരമായി സമൂഹത്തിന്റെ മുമ്പിൽ മൻസൂർ ഹോസ്പിറ്റലിൽ നടന്ന ആ കുറ്റകൃത്യം കൊണ്ടുവരുന്നതിന് വേണ്ടി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ, പ്രവർത്തകന്മാരെ പോലീസ് തല്ലിച്ചതച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ഹക്കീം കുന്നിൽ, DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടില്ല. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കമ്മീഷൻ അംഗം കുഞ്ഞായിഷ ഹോസ്റ്റലിലെത്തി വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തിരുന്നു. ആത്മഹത്യാ ശ്രമത്തിന് കാരണക്കാരായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ സഹപാഠികളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.